ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നൽകിയ പുതിയ ദിവസത്തിനായി നമുക്ക് നന്ദി കരയറ്റാം. ഇന്നത്തെ വായനാ ഭാഗം സഭാപ്രസംഗി 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിൻ കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൽ അർത്ഥപൂർണമാക്കുക എന്നതാണ് ഇന്നത്തെ വായനാ ഭാഗത്ത് കാണുന്നത്. ഇന്നത്തെ ലോകത്തിൽ വിജയവും സമ്പത്തും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പലർക്കും ഹൃദയത്തിൽ ശൂന്യത അനുഭവപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അന്വേഷിച്ച ശലോമോൻ രാജാവ് തൻ്റെ അനുഭവങ്ങളിലൂടെ അത് തിരിച്ചറിയുന്നു. സകലവും മായയാണ്. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ മാത്രം ഒരിക്കലും ജീവിതത്തെ പൂർണ്ണമാക്കുന്നില്ല. പിന്നെയോ ദൈവവുമായുള്ള ബന്ധമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് ശലോമോൻ പറയുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായിട്ട്, ശൂന്യതയിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങുക. ശലോമോൻ രാജാവിന് സമ്പത്തും ജ്ഞാനവും മഹത്വവും അധികാരവും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ഇപ്രകാരം ചോദിക്കുന്നു, മനുഷ്യൻ്റെ പ്രയത്നത്തിന് എന്താണ് യഥാർത്ഥ ലാഭം എന്ന്. ദൈവത്തെ ഒഴിവാക്കി ജീവിക്കുന്ന ജീവിതം പുറമേ നിന്ന് വിജയകരം ആണെന്നൊക്കെ തോന്നാം, എന്നാൽ ഉള്ളിൽ ശൂന്യതയായിരിക്കും നിറഞ്ഞിരിക്കുന്നത്. അതിനാൽ ദൈവമില്ലാത്ത നമ്മുടെ പ്രയത്നങ്ങൾ നിലനിൽക്കുകയില്ല. സമ്പാദിക്കുകയും പണിയുകയും പ്രശസ്തി നേടുകയും ഒക്കെ ചെയ്യാം, എന്നാൽ അതിന് മൂല്യം നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവമില്ലാത്ത ഹൃദയത്തിൻ്റെ ശൂന്യത പരിഹരിക്കുവാൻ ലോകത്തിനാവില്ല. പണം, വിനോദം, ബന്ധങ്ങൾ, സ്ഥാനമാനം ഇവയ്ക്കെല്ലാം ഒരു പരിധിയുണ്ട്. അതിനാൽ ദൈവത്തെ കണ്ടെത്തുന്നതുവരെ യഥാർത്ഥ സമാധാനം അനുഭവിക്കുക എന്നത് അസാധ്യമാണ്. ഇന്ന് ജനം തിരക്കിലാണ്, എന്നാൽ സമാധാനം കുറവാണ്. സോഷ്യൽ മീഡിയകളിൽ ചിരിയുണ്ടെങ്കിൽ ഉള്ളിൽ ഇന്ന് ഏകാന്തതയാണ്. ദൈവമില്ലാത്ത ജീവിതം ശൂന്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടിയ ജീവിതം സമ്പൂർണവുമാണ്. അതിനാൽ നമ്മുടെ ശൂന്യതയിൽ നിന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ഒരുങ്ങാം. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുക. 3-ാം അധ്യായത്തിൽ കാണുന്നത് എല്ലാറ്റിനും ദൈവത്തിന് ഒരു സമയം ഉണ്ടെന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയക്രമങ്ങൾ നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവം സമയത്തിൻ്റെയും കർത്താവാണ്. അവൻ നമുക്കായി എല്ലാം തക്ക സമയത്ത് മനോഹരമായി ക്രമീകരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ വളരെ വേഗതയേറിയ ജീവിതമാണ് നയിക്കുന്നത്. ഉടൻ മറുപടി ലഭിക്കണം, ഉടൻ ജോലി ലഭിക്കണം, ഉടൻ അനുഗ്രഹം ലഭിക്കണം. ഇങ്ങനെയാണ് ഏവരുടെയും ആഗ്രഹങ്ങൾ. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ സമയത്തിനായി കാത്തിരിക്കുക എന്നതാണ്. ദൈവം നമ്മെ കാത്തിരിപ്പിലൂടെ വളർത്തുകയും സമയത്തിലൂടെ ഒരുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും വൈകുന്നുണ്ടോ? ഉത്തരം ലഭിക്കാത്തതായ പ്രാർത്ഥനകൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടോ? വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അവനിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നവനാണ്. കാത്തിരിപ്പിൻ്റെ നാളുകളിൽ ക്ഷമയും വിശ്വാസവും ഞങ്ങൾക്ക് നൽകി തരണമേ. അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം മനോഹരമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപയരുളണമേ. ആമേൻ.